എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഈവനിങ് സ്നാക്കായും അതല്ലെങ്കിൽ ഒരു ഈസി ഡിന്നറുമായും സെർവ് ചെയ്യാവുന്നതും കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ടതുമായ മാക്രോണി കൊണ്ടുള്ള ഒരു എഗ് മാക്രോണി മസാലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ രുചികരമായി ഈ ഒരു എഗ് മാക്രോണി മസാല തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ മാക്രോണി നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മാക്രോണിയിലേക്ക് ഉപ്പ് പാകത്തിന് പിടിച്ചു കിട്ടാനായിട്ട് വെള്ളത്തിൽ ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർക്കാനായിട്ട്. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിലാണ് മാക്രോണി എടുത്തിട്ടുള്ളത്. പല ഷേപ്പിലുള്ള മാക്രോണിയും ലഭിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള മാക്രോണിയോ അല്ലെങ്കിൽ പാസ്തയോ ഇതിലേക്ക് എടുക്കാവുന്നതാണ്. മാക്രോണി ഇതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് 4-5 മിനിറ്റ് നമുക്കിത് തുറന്നു വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. 4-5 മിനിറ്റിലധികം വേവിച്ചാൽ നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ മാക്രോണി എല്ലാം പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഒരുപാട് നേരം വേവിച്ച് വെന്തുടയാതെ 1/4 ഭാഗം മാത്രം വേവായി കിട്ടിയാലും മതി. അങ്ങനെ ഏകദേശം ഒരു 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ മാക്രോണി എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് കോരി വെള്ളം നന്നായിട്ടൊന്ന് വാർന്നു പോകാനായി മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മാക്രോണി മസാല തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി സ്റ്റവിലൊന്ന് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ ഓയിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മസാലയിലേക്കുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവാള നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. സവാള ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി പച്ചച്ചുവല ഒന്ന് മാറി കിട്ടിയാൽ മതി. സവാളയുടെ പച്ചച്ചുവല ഒന്ന് മാറി കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു പഴുത്ത തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് തക്കാളി ഒരുപാട് വെന്തുടയാതെ ഒന്ന് സോഫ്റ്റായി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ എരിവിനായിട്ട് ഇതിലേക്ക് മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് നമ്മുടെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി അഥവാ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് പകരമായിട്ട് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർക്കാവുന്നതാണ്. മസാലപ്പൊടികൾ ചേർത്തിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒപ്പം തന്നെ 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ഓപ്ഷണലാണ്, എന്നാലും ടൊമാറ്റോ സോസ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് സോയാ സോസ് ഒഴിവാക്കിയാലും കഴിയുന്നതും ടൊമാറ്റോ സോസ് ചേർത്ത് തന്നെ തയ്യാറാക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. സോസുകൾ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മസാലയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1-2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് മസാലയെല്ലാം ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് കൊടുക്കാം. മാക്രോണി ചേർത്തിട്ട് മസാലയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മസാലയെല്ലാം മാക്രോണിയിലേക്ക് നന്നായി പിടിച്ച് മാക്രോണി ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം 2 മിനിറ്റോളം വഴറ്റി മസാലയെല്ലാം മാക്രോണിയിലേക്ക് നന്നായി പിടിച്ച് മാക്രോണി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയാണ് ചേർക്കാനുള്ളത്. 2 മുട്ട ഉപ്പ് ചേർത്തൊന്ന് വേവിച്ച് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് നീളത്തിലൊന്ന് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ഈ സമയം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മുട്ട ചേർത്തിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം മസാലയെല്ലാം മുട്ടയിലേക്ക് കൂടി ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായതുകൊണ്ട് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പും എരിവുമെല്ലാം ഒന്ന് പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മല്ലിയില കൂടി ചേർത്ത ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ എഗ് മക്രോണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു എഗ് മക്രോണി മസാലയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റ് റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്